പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇൻഡിപെൻഡൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ? LP കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം. 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേര്. ശിപ്പായി ലഹള. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരാണ് ശിപ്പായി ലഹള. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 1939 സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകിയ സംഘടന ഫോർവേഡ് ബ്ലോക്ക്. 1939 സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകിയ സംഘടനയാണ് ഫോർവേഡ് ബ്ലോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ഒരേ ഒരു മലയാളി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INCയുടെ പ്രസിഡന്റ് ആയ ഒരേ ഒരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ബ്രിട്ടീഷുകാർക്കെതിരെയായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം. ആദ്യ സംഘടിത കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ക്വിറ്റ് ഇന്ത്യ സമരത്തെയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം. ഗാന്ധിജി തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആരംഭിച്ച പത്രങ്ങൾ യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന പത്രം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രകടിപ്പിച്ച ഒരു പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആരംഭിച്ച പത്രങ്ങളാണ് ഇന്ത്യൻ ഒപ്പീനിയനും യങ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ. 1809 നടന്ന കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാനാണ് വേലുത്തമ്പി ദളവ. ഈ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനൊക്കെ പോകുമ്പോൾ എന്തായാലും ഉണ്ടാകുന്നൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടത്. എല്ലാ ക്വിസ് മത്സരത്തിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സംഭവത്തിൽ മനംനൊന്താണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ചൗരി ചൗര സംഭവം. ഏത് സംഭവത്തിൽ മനംനൊന്താണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ഉത്തരം ചൗരി ചൗര സംഭവം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ലോകമാന്യം എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകിനെയാണ് ലോകമാന്യം എന്നറിയപ്പെടുന്നത്. ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറിയുന്നതാണ്. എന്നാൽ ഉരുക്കു വനിത ആരാണെന്ന് നമുക്ക് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്. സരോജിനി നായിഡു ആണ് ഉരുക്കു വനിത. ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലും ഉരുക്കു വനിത സരോജിനി നായിഡു ആണ്. ഒരിക്കലും തെറ്റരുത് ഈ ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യന്, കേസരി പത്രം എന്നറിയപ്പെടുന്നത് ആരും? ബാലഗംഗാധര തിലക്. കേസരി പത്രം ആരുടേതാണ്? കേസരി പത്രം ആരുടേതാണ്? ബാലഗംഗാധര തിലക്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമായ ശിപ്പായി ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യന്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഏത് സമരത്തിന്റെ മുദ്രാവാക്യമാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഇത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ് ഈ ഒരു മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് KK. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതും KK. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ നേതൃത്വം നൽകിയതും KK. ഹരിജൻ പത്രം ആരുടേതാണ്? ഗാന്ധിജി. പിന്നെ മലബാർ ലഹള നടന്നത് 1921. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്?
1942 നടന്ന അവസാന ക്ലൈമാക്സ് സമരം എന്ന് ഗാന്ധിജി പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ആഗസ്റ്റ് 9. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും തോന്നുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യന്, ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്, ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ശില്പി അല്ലേ, അത് BR അംബേദ്കർ. ഇത് രാഷ്ട്രശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ഇത് മാർക്കുമല്ലേ. അടുത്ത ക്വസ്റ്റ്യന്, ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ രചിച്ചത് വെങ്കിട്ട സുബ്ബറാവു. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ രചിച്ചത് വെങ്കിട്ട സുബ്ബറാവു. ദേശീയഗാനം ആദ്യമായി ആലപിച്ചത് ഇവിടെ? 1911 നടന്ന കൊൽക്കത്തയിൽ വെച്ച് നടന്ന INC മീറ്റിംഗ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ദേശീയഗാനം ആലപിച്ചത്. ദേശീയഗാനം എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ. 52 സെക്കൻഡിന് 13 വരികളുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും മറക്കല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി. ദേശീയതയുടെ പിതാവാണ് സുരേന്ദ്രനാഥ ബാനർജി. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എപ്പോഴും ഓർത്ത് വെക്കട്ടോ, കാരണം നമുക്ക് അറിയേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെയാണിത്. ക്വിറ്റിന്റെ സമര നായിക അരുണ സഫരി. ക്വിറ്റിന്റെ സമര നായികയാണ് അരുണ സഫരി. അടുത്ത ക്വസ്റ്റ്യന്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കൈകളിൽ നിന്ന് മോചിതരായത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2026 ഇന്ത്യ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്? വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2026 ഇന്ത്യ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്? 80. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ്? ഒക്ടോബർ 2. അന്താരാഷ്ട്ര അഹിംസാ ദിനമാണ്. അന്താരാഷ്ട്ര അഹിംസാ ദിനം ഒക്ടോബർ 2, ഗാന്ധിജിയുടെ ജന്മദിനം. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, സാരെ ജഹാൻ സെ അച്ഛ രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ് സാരെ ജഹാൻ സെ അച്ഛ രചിച്ചത്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത് ലാല ലജ്പത് റായ്, ബാൽ ബാലഗംഗാധര തിലക്, പാൽ ബിപിൻ ചന്ദ്ര പാൽ. അടുത്ത ക്വസ്റ്റ്യൻ, ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്. ഭാഷ ഗുജറാത്തി. അടുത്ത ക്വസ്റ്റ്യൻ, രാജസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കൈസൺ പ്രഭു. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചത് തുളസീദാസ്. ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യമാണ് സത്യമേവ ജയതേ. ദേശീയ പതാക ശില്പി പിംഗലി വെങ്കയ്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പു സത്യാഗ്രഹം എവിടെ നിന്നാണ് ആരംഭിച്ചത്? സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറം വരെയായിരുന്നു 1930. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ക്വിസ് പാർട്ട് 1. അപ്പോൾ പാർട്ട് 2 നമ്മൾ ഉടനായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ എല്ലാവർക്കും താങ്ക് യു.